ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡാം പ്രൂഫിംഗ് കോഴ്സസ് അല്ലെങ്കിൽ DPC. നമ്മളെ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്ന് ചോദിച്ചാൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അതായത് ഡാം പ്രൂഫിംഗ്, അതായത് ഡാംനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്സിലൊക്കെ ഡാംനെസ് മീൻസ് ഈർപ്പം അല്ലേ, ഈർപ്പം വന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ബിൽഡിങ്സിന് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ. ഇപ്പം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ നനവ് വരും, നനവ് വന്നു കഴിഞ്ഞാൽ പൂപ്പൽ വരും, പിന്നെ കോൺക്രീറ്റിന് ക്രാക്സ് കാര്യങ്ങൾ വരാൻ തുടങ്ങും. അങ്ങനെ ബിൽഡിങ്സിന് തന്നെ അത് ഭയങ്കരമായിട്ട് കേടായിട്ട് വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഡാംനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് ഹൈഗ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ മോയ്സ്ചറിനെയാണ് നമ്മൾ ഡാംനെസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഡാംനെസ് കൂടിക്കഴിഞ്ഞാൽ അതൊരു അൺഹൈജീനിക് കണ്ടീഷനാവും. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് റെഡ്യൂസ് ആവാൻ അല്ലേ, സ്ട്രക്ചറൽ കമ്പോണൻസിൻ്റെ എല്ലാം സ്ട്രെങ്ത്ത് റെഡ്യൂസ് ആവാൻ ഒരു മെയിൻ റീസൺ കൂടിയാണ് ഈ ഡാംനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാംനെസ് പല രീതിയിൽ ഡാംനെസ് ഉണ്ടാവാം. അതിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ റൈസിങ് അപ്പ് ദ വോൾ ഫ്രം ഗ്രൗണ്ട്. അതൊരു മെയിൻ റീസൺ ആണ് ഡാംനെസ്സിൻ്റെ. അതായത് നമ്മളെ ഓൾമോസ്റ്റ് 90% അല്ലെങ്കിൽ 99% നമ്മളെല്ലാ കൺസ്ട്രക്ഷനും വരുന്നത് റിലേറ്റഡ് ടു സോയിൽ അല്ലെങ്കിൽ സോയിലാണ്. അപ്പോൾ ഈ സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു പെർവിയസ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം അതിലൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ ഹോൾസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നോർമലി ഈ സോയിൽ കൂടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ വാട്ടർ കണ്ടൻറ്റ് പെനിട്രേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. അതായത് സോയിൽ എന്ന് പറഞ്ഞാൽ പെർവിയസ് ആണ്. അപ്പോൾ ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ ആ സോയിലിലെ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് പെനിട്രേറ്റ് ആവും. പെനിട്രേറ്റ് ആയിട്ട് അത് കാപ്പിലറി റൈസ് കാരണം എന്തുണ്ടാവാം, ഫൗണ്ടേഷനിൽ കയറും. ഫൗണ്ടേഷൻ അത് വോളിലേക്ക് പെനിട്രേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വോളിലേക്ക് വരുന്ന സമയത്ത് വോളിൽ ഈർപ്പം വരും. അതുപോലെ തന്നെ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇഷ്യൂസ് നമുക്ക് നോക്കാനുണ്ട്. അതായത് എന്താ പറയുക, അൺഹൈജീനിക് കണ്ടീഷനാവും. അതുപോലെ തന്നെ അപ്പിയറൻസിൽ വ്യത്യാസം വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഡാംനെസ് കാരണം വരും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്, കോസസ് ഓഫ് ഡാംനെസ്. അതായത് മോയ്സ്ചർ റൈസിങ് അപ്പ് ദ വോൾ ഫ്രം ഗ്രൗണ്ട്. നമ്മളെ ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സോയിൽ നിന്ന് വെള്ളം റൈസ് ആവുക. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വോളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നനവ് വരുന്നത് അല്ലേ. ഇതൊക്കെ പറഞ്ഞാൽ ഡാംനെസ് കാരണം വരുന്നതാണ്. ചിലപ്പം നമ്മളെ വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്ന ചുമരുകൾ, അല്ലെങ്കിൽ ഈ ബാത്റൂമിൻ്റെ ഒക്കെ ചുമരുകൾ, അല്ലെങ്കിൽ ആ ബാത്റൂമിൻ്റെ അടുത്തുള്ള ചുമരുകളിലൊക്കെ സാധാരണ ഈ രീതിയിലുള്ള ഡാംനെസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി വേറെ രണ്ടാമത്തെ ഡാംനെസ്സിൻ്റെ വേറൊരു റീസൺ ആണ് റെയിൻ ട്രാവൽ ത്രൂ വോൾ ടോപ്സ്. വോൾ ടോപ്സ് കൂടെ റെയിൻ വാട്ടർ ട്രാവൽ ചെയ്യുക അല്ലേ. അതായത് ഇഫ് ദ വോൾ ടോപ്സ് ആർ നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ് ഫ്രം റെയിൻ പെനിട്രേഷൻ, റെയിൻ വിൽ എൻ്റർ ദ വോൾ ആൻഡ് വിൽ ട്രാവൽ ഡൗൺ. ഓക്കെ, അതായത് നമ്മളെ വോൾ ടോപ്സ് കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, റെയിൻ വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവാം, ആ വെള്ളം നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ചുമരിൻ്റെ മുകളിലേക്ക് വരും. ചുമരിന്ന് അത് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി തേർഡ് റീസൺ ആണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ നിങ്ങൾ ആ ഇമേജിൽ കാണുന്ന പോലെ കണ്ടൻസേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഡ്യൂ ടു കണ്ടൻസേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ, വാട്ടർ ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ വാൾസ്, ഫ്ലോർസ് ആൻഡ് സീലിങ്സ് അല്ലേ. ഈ മോയ്സ്ചർ കാരണം എന്തുണ്ടാവാം, ഡാംനെസ് ഉണ്ടാവാം. അതായത് കണ്ടൻസേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ കാരണം എന്താവും, ഈ വാട്ടർ വോളിലും ഫ്ലോറിലും സീലിങ്ങിലൊക്കെ എന്താവും, ഡെപ്പോസിറ്റ് ആവും. ഈ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ മോയ്സ്ചർ ഡാംനെസ്സിന് റീസൺ ആണ്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു റീസൺ ആണ് റെയിൻ ബീറ്റിംഗ് എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ വാൾ. അതായത് ഹെവി റെയിൻ അല്ലെങ്കിൽ ഹെവി ഷവർ ഓഫ് റെയിൻ ഒക്കെ വരുന്ന സമയത്ത് എക്സ്റ്റേണൽ വാളുകൾ അല്ലെങ്കിൽ മഴേൻ്റെ കോണ്ടാക്റ്റ് വരുന്ന ചുമരുകളൊക്കെ ഉണ്ടാവും അല്ലേ. അത് പ്രോപ്പറായിട്ട് അതിന് പ്രോപ്പർ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ മോയ്സ്ചർ എന്തുണ്ടാവും, മഴ നന്നായിട്ട് ചുമരിൻ്റെ മുകളിലേക്ക് അടിക്കുന്ന സമയത്ത് ഈ റെയിൻ വാട്ടർ വോളിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളെ മെയിനായിട്ട് ഈ വെള്ളം അടിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ബാൽക്കണീസൊക്കെ അല്ലേ, അല്ലെങ്കിൽ നമ്മളെ സൺഷെയ്ഡ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെള്ളം പെട്ടെന്ന് അടിച്ച് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡാം പ്രൂഫിങ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബിൽഡിങ്ങിന് തന്നെ ഭയങ്കരമായിട്ട് കേടാണ്. ഓക്കെ, ഇനി എഫക്റ്റ് ഓഫ് ഡാംനെസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ, ഡാംനെസ് ഗിവ് റൈസ്
ടു ബ്രീഡിങ് ഓഫ് മോസ്കിറ്റോസ് ആൻഡ് ക്രിയേറ്റ് അൺഹെൽത്തി കണ്ടീഷൻ. ഇപ്പോൾ ഡാംനെസ് കാരണം വെള്ളം കെട്ടി നിൽക്കും, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൊതുകുകളൊക്കെ അവിടെ മുട്ട ഇട്ടിട്ട് ഒരു അൺഹൈജീനിക് അല്ലെങ്കിൽ അൺഹെൽത്തി കണ്ടീഷൻ അവിടെ ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ട്രാവൽ ഓഫ് മോയ്സ്ചർ ഓൺ വോൾ കോസസ് അൺസൈറ്റി പാച്ചസ്. ഇപ്പോൾ വെള്ളം ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഒരു അൺസൈറ്റി അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത രീതിയിലെ പാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇറ്റ് മേ കോസസ് സോഫ്റ്റനിങ് ആൻഡ് ക്രംബ്ലിങ് ഓഫ് പ്ലാസ്റ്റേഴ്സ്. അപ്പം നമ്മൾ ചുമരിൽ തേച്ച് കഴിയില്ലേ, പ്ലാസ്റ്ററിങ് ചെയ്യില്ലേ, അപ്പോൾ പ്ലാസ്റ്ററിങ് ഒക്കെ എടുത്തു പോകാനോ അല്ലെങ്കിൽ അതിൽ ക്രാക്ക് വീഴാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതൽ. അതുപോലെ തന്നെ ഡാംനെസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ വാൾ ഡെക്കറേഷൻ അല്ലെങ്കിൽ പെയിൻ്റ് ഒക്കെ ഡാമേജ് ആവും. അതുപോലെ തന്നെ വേറൊരു റീസൺ പറയുന്നത് കണ്ടിന്യൂസ് പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇൻ വാൾ മേ കോസ് എഫ്ലോറസെൻസ്. അതായത് എഫ്ലോറസെൻസ് ഉദ്ദേശിക്കുന്നത് ഈ ബ്രിക്കിൻ്റെ മുകളും സ്റ്റോണിൻ്റെ മുകളിലൊക്കെ വരുന്ന ഒരു പൗഡർ ഫോം, ഒരു വൈറ്റ് കളർ പൗഡർ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൗഡർ ഫോമിനെയാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് മോയ്സ്ചർ വരുന്ന സമയത്ത് ബ്രിക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ മുകളിലൊക്കെ ഒരു എഫ്ലോറസെൻസ് റിസൾട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി വേറൊരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലോറിംഗ് ഗെറ്റ്സ് ലൂസൺ ഡ്യൂ ടു റിഡക്ഷൻ ഇൻ അഡ്ഹെഷൻ വെൻ മോയ്സ്ചർ എൻ്റർ ത്രൂ ദ ഫ്ലോർ. അപ്പോൾ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഈ റൂഫ് ടൈലും നമ്മളെ ഗ്രൗണ്ടുമായിട്ട് നമ്മൾ ഒരു അഡ്ഹെഷൻ പ്രോപ്പർട്ടി ഉണ്ടാവില്ലേ, ഒന്ന് ആ ഒരു ടൈൽ അവിടെ ഒട്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകും ഇൻ ബിറ്റ്വീൻ. അപ്പോൾ വെള്ളം കയറിക്കഴിഞ്ഞാൽ ആ ബോണ്ടിങ്ങിൽ ചെറിയൊരു പ്രശ്നം വരും. അതുപോലെ ഫ്ലോറിംഗ് ഒക്കെ ലൂസൺ ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. വേറൊരു പ്രശ്നം പറയുന്നത് ടിമ്പർ ഫിറ്റിംഗ്, അതായത് ഡോറ്, വിൻഡോ, അൽമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ വാപ്പിംഗ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് ഡാംനെസ് കാരണം. പിന്നെ അതുപോലെ തന്നെ ഈ ഷോർട്ട് സർക്യൂട്ട്, ഇലക്ട്രിസിറ്റി, വെള്ളം ഉള്ളോട്ട് കയറിക്കഴിഞ്ഞാൽ ചുമരിലൊക്കെ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ളിൽ കൂടി വെള്ളം കയറിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് കേടാവാനും അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതൽ. പിന്നെ നോർമലി നമുക്ക് ഡാംനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഈ ടെർമൈറ്റ്സ്, ചെതലിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ എന്താ പറയുക, ഈ നമ്മളെ കോൺക്രീറ്റിൻ്റെ ഉള്ളിലെ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലേ, അത് കൊറോഷനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ മെറ്റൽ ഫിറ്റിങ്സോ എല്ലാം കൊറോഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ്, അതായത് മെത്തേഡ്സ് ഓഫ് ഡാം പ്രൂഫിംഗ്. ഡാം പ്രൂഫിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ് എക്സാമിന്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ് മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ഇൻ്റഗ്രൽ ഡാം പ്രൂഫിംഗ്. തേർഡ് മെത്തേഡ് സർഫസ് ട്രീറ്റ്മെൻറ്റ്, ക്യാവിറ്റി വോൾ കൺസ്ട്രക്ഷൻ, ഗുനൈറ്റിംഗ്, പ്രഷർ ഗുനൈറ്റിംഗ്. ഇത്രയാണ് ഉള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ്. അപ്പോൾ മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ടു പ്രിവെൻറ്റ് മോയ്സ്ചർ ഓർ വാട്ടർ ഫ്രം പെനിട്രേറ്റിംഗ് വാൾ, ഫ്ലോർസ് ഓർ റൂഫ്. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, ഒരു ഡാം പ്രൂഫിംഗ്, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ പെനിട്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെംബ്രെയിൻ വെച്ചിട്ട് വാട്ടറിൻ്റെ എൻട്രി കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് അപ്ലൈയിങ് എ തിൻ കണ്ടിന്യൂസ് ലെയർ ഓഫ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ഓവർ എ സർഫസ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം വാട്ടർ ഇഗ്രസ്. അതായത് ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു തിന്നായിട്ടുള്ള ഒരു ലെയർ ഓഫ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ, ആ മെറ്റീരിയലാണ് നമ്മൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് എവിടെയാണോ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ തിന്നായിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് അത് കവർ ചെയ്യും. അപ്പം വെള്ളം പെനിട്രേറ്റ് ആവുന്നത് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇനി ബിറ്റുമിൻ, അതുപോലെ തന്നെ മാസ്റ്റിക് ആസ്ഫോൾട്ട്, ബിറ്റുമിനസ് ഫെൽറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് DPC ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് എന്ന രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഷീറ്റ് മെംബ്രെയിൻസും ഉണ്ട്, ഇപ്പം ലിക്വിഡ് മെംബ്രെയിൻസും ഉണ്ട്. ഷീറ്റ് മെംബ്രെയിൻസ് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, അതിലും കൂടുതൽ ഇപ്പോൾ ലിക്വിഡ് മെംബ്രെയിൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഷീറ്റ് മെംബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ പ്രീ മാനുഫാക്ചർഡ് റോൾ ഓഫ് മെറ്റീരിയൽ, അതായത് നമ്മളിപ്പോൾ ഷീറ്റൊക്കെ പോലെ റോളായിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഷീറ്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തെങ്കിലും അഡ്ഹസീവും കാര്യങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫാസ്റ്റനേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. സാധാരണ ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ, റൂഫിലൊക്കെയാണ് നമ്മൾ സാധാരണ ഇത് കൊടുക്കുന്നത്. ഇനി ലിക്വിഡ് മെംബ്രെയിൻസ് ആണെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ റോളറോ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇതെന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ഇറഗുലർ സർഫസസ്. അത് നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള സർഫസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഒരു ലിക്വിഡ് മെംബ്രെയിന് പ്രൊവൈഡ് ചെയ്യാം. ഇനി ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ്മെൻറ്റ്, റൂഫ്, ടെറസ്, റീറ്റെയിനിങ് വോള്, ബാത്റൂം, വെറ്റ് ഏരിയാസ്, അതുപോലെ തന്നെ പ്ലാന്റർ ബോക്സ്, ഇവിടെയൊക്കെ നമുക്ക് ഈ ലിക്വിഡ് മെംബ്രെയിൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിങ്. ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, അടുത്ത മെത്തേഡാണ്. വെർ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആർ ആഡഡ് ഡയറക്ട്ലി ഇൻ ടു ദ കോൺക്രീറ്റ് ഓർ മോർട്ടാർ മിക്സ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. അതായത് നമ്മൾ കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ മോർട്ടാർ മിക്സ് യൂസ് ചെയ്യില്ലേ പ്ലാസ്റ്ററിനൊക്കെ വേണ്ടിയിട്ട്, അതിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ ഈ ഒരു ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്യും. അതായത് എക്സ്ട്രാ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിനായിട്ടൊന്നും ചെയ്യാണ്ട് നമ്മളിപ്പം ഈ മോർട്ടാർ മിക്സോ അല്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സിൻ്റെ അകത്തേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് കൊടുക്കും, ഈ ഒരു മോർട്ടാർ മിക്സിൻ്റെ അകത്തേക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ ഈ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആഡ് ചെയ്യും. ഓക്കെ, ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. ദിസ് ടൈപ്പ് ഓഫ് ഡാം പ്രൂഫിംഗ് മേക്സ് ദ എൻറ്റയർ സ്ട്രക്ചർ water resistant from within rather than applying a membrane or coating on the surface. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ ഒരു മെംബ്രെയിനോ അല്ലെങ്കിൽ കോട്ടിങ്ങോ കൊടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ടത് വാട്ടർ പ്രൂഫായിട്ട് നിന്നോളും. ഓക്കെ, ഇനി കുറച്ച് കോമൺ ഇൻറ്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്ലാസ്റ്റിസൈസേഴ്സ്. പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കോമ്പൗണ്ട്സ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അതായത് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ മോർട്ടാർ മിക്സിൻ്റെ അകത്തേക്ക് നമ്മളൊരു വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആണ് ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് പ്ലാസ്റ്റിസൈസേഴ്സ്. പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് വാട്ടർ കണ്ടൻറ്റ് ആൻഡ് ഇൻക്രീസ് വർക്കബിലിറ്റി. നമ്മൾ വർക്കബിലിറ്റീൻ്റെ സമയത്ത് പഠിച്ചതാണ്, അതായത് വാട്ടർ റെഡ്യൂസേഴ്സ് ആണ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോഫോബിക് ഏജൻറ്റ്സ്. ഹൈഡ്രോഫോബിക് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പൽ വാട്ടർ ബൈ മേക്കിംഗ് കാപ്പിലറീസ് വാട്ടർ റെസിസ്റ്റൻറ്റ്. ഇപ്പം കാപ്പിലറി ആക്ഷൻ വഴിയാണ് സോയിൽ കൂടെ എന്ത് വരിക, വെള്ളം പെനിട്രേറ്റ് ആയി മുകളിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പം ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ റിപ്പൽ വാട്ടർ ബൈ മേക്കിംഗ് കാപ്പിലറി ബൈ വാട്ടർ റെസിസ്റ്റൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പോർ ബ്ലോക്കിംഗ് ഏജൻറ്റ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിൽ കാപ്പിലറീസ് ഓർ വോയിഡ്സ് ഇൻ ദ കോൺക്രീറ്റ്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ വോയിഡ്സ് ഉണ്ടെങ്കിലാണ് വെള്ളം പെനിട്രേറ്റ് ആയിട്ട് ആ വോയിഡ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൂടുതൽ ക്രാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഈ പോർ വാട്ടർ ഏജൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഫില്ലായി കഴിഞ്ഞാൽ അഗെയിൻ വാട്ടറിന് എൻ്റർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ക്രിസ്റ്റലൈൻ അഡ്മിക്സ്ചേഴ്സ്. ഈ ക്രിസ്റ്റലൈൻ അഡ്മിക്സ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് വാട്ടറുമായിട്ട് റിയാക്റ്റ് ആവുന്ന സമയത്ത് അതൊരു ക്രിസ്റ്റലൈൻ ഫോമിലുള്ളൊരു ഇതായിട്ട് മാറും. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ വാട്ടർ പാത്തിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ക്രിസ്റ്റലൈൻ അഡ്മിക്സ്ചർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ബേസ്മെൻറ്റ് വാൾ ഫ്ലോറിൽ യൂസ് ചെയ്യും, വാട്ടർ ടാങ്ക് ആൻഡ് റിസർവോയറിൽ യൂസ് ചെയ്യും, അതുപോലെ തന്നെ റൂഫ് സ്ലാബിൽ, ഫൗണ്ടേഷൻ, സ്വിമ്മിംഗ് പൂള്, ടണൽ ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിലെല്ലാം ഈ ഒരു ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് മെത്തേഡാണ് സർഫസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ, അതായത് സർഫസ് ട്രീറ്റ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ലെയർ ഓഫ് വാട്ടർ റിപ്പല്ലൻറ്റ് സബ്സ്റ്റൻസ് ഓൺ ദ സർഫസ് ത്രൂ വിച്ച് മോയ്സ്ചർ എൻറ്റേഴ്സ്. അതായത് ഈ ഒരു സർഫസ്, അതായത് നമ്മളിപ്പം ചുമരോ അല്ലെങ്കിൽ റൂഫൊക്കെ ആണെങ്കിൽ അതിൽ കൂടിയാണ് വെള്ളം പെനിട്രേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതൽ അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ സർഫസിനെ നമ്മൾ എന്തെങ്കിലും വാട്ടർ റിപ്പലൻറ്റ് സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സർഫസ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ അതാണ് സർഫസ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കാവിറ്റി വാൾ കൺസ്ട്രക്ഷൻ. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഡാം prevention in which main wall of building is shielded by another skin wall leaving a cavity between two. അതായത് പിക്ചറിൽ കാണുന്ന പോലെ ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നർ വാൾ. ഓക്കെ, മെയിൻ വാൾ എന്ന് പറഞ്ഞാൽ ഇന്നർ വാളാണ്. ഇന്നർ വാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ഔട്ടർ വാൾ പോലെ എന്ത് ചെയ്യും, ഒരു സ്കിൻ വാൾ എന്നാണ് അതിന് പറയുക. ഔട്ടർ വാൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ കാണിക്കുന്നത് പോലെ ഒരു ഇന്നർ വാളിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഔട്ടർ വാൾ അല്ലെങ്കിൽ ഒരു സ്കിൻ വാൾ കൊടുക്കും, ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പം അവർ തമ്മിൽ എന്തുണ്ടെന്ന് വെച്ചാൽ
അടുപ്പിച്ച് കൊടുക്കാണ്ട് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ സ്കിൻ വോൾ അല്ലെങ്കിൽ ഔട്ടർ വോളിലേക്കാണ് സാധാരണ ഇപ്പോൾ മഴയൊക്കെ പെയ്താൽ വെള്ളം വന്നിട്ട് അടിക്കുക. അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്താവില്ല, ഇത് ഉള്ളോട്ടേക്കുള്ള വോളിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റില്ല. ബിക്കോസ് എന്താ, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ, ബിക്കോസ് എന്താന്ന് വെച്ചാൽ ആ രണ്ട് വോളും തമ്മിൽ എന്തുണ്ട്, അവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം വെള്ളത്തിന് ഔട്ടർ വോളിൽ നിന്ന് ഇന്നർ വോളിലേക്ക് എത്താൻ പറ്റില്ല. ബിക്കോസ് അവിടെ എന്താ, ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബാരിയർ വന്നു. അതുകൊണ്ടാണ് അതിനെ ക്യാവിറ്റി, അവിടെ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്, രണ്ട് വോളിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാവിറ്റി വോൾ എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ഇനി വരുന്നതാണ് ഗുനൈറ്റിംഗ്. ഗുനൈറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റിംഗ് ലെയർ ഓഫ് റിച്ച് സിമെൻറ്റ് മോട്ടാർ ബൈ പ്രഷർ ടു ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് വോൾ പൈപ്സ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വർക്ക് സൈറ്റിലൊക്കെ സാധാരണ കാണുന്നതാണ്. അതായത് നമ്മളെ ഏത് ലെയറാണോ നമുക്ക്, അല്ലെങ്കിൽ ഏത് സ്ഥലമാണോ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അവിടെ റിച്ച് മോട്ടാർ, സിമെൻറ്റ് മോട്ടാർ യൂസ് ചെയ്തിട്ട്, പ്രഷർ പൈപ്പോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, നോസിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു തിക്കിൽ എന്ത് ചെയ്യും, നമ്മൾ സിമെൻറ്റ് മോട്ടാർ അപ്ലൈ ചെയ്യും. സിമെൻറ്റ് മോട്ടാർ എന്ന് പറഞ്ഞാൽ സിമെൻറ്റും സാൻഡും തമ്മിലുള്ള മിക്സാണ്. സാധാരണ 1:3 സാധാരണ യൂസ് ചെയ്യുക. ഇനി മോയ്സ്ചർ ഈസ് ഷോർട്ട് ഓൺ ക്ലീൻ സർഫസ് വിത്ത് സിമെൻറ്റ് ഗൺ അണ്ടർ 2 to 3 kg/cm² പ്രഷർ. ഓക്കെ, ഈ മോട്ടാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ സർഫസിൻ്റെ മുകളിലേക്ക് ഗണ്ണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് 2 to 3 kg/cm പ്രഷറിൽ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നോസിൽ ഓഫ് മെഷീൻ ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 75 to 90 cm ഫ്രം വോൾ. നമ്മൾ കുറച്ചൊരു 75 to 90 cm ചുമരുന്ന് വിട്ടിട്ടാണ് നമ്മൾ നോസിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക. ഓക്കെ, ഇതാണ് ഗുനൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് പ്രഷർ ഗുനൈറ്റിംഗ് അല്ലെങ്കിൽ പ്രഷർ ഗ്രൗട്ടിംഗ്. ഓക്കെ, പ്രഷർ ഗ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് സിമെൻറ്റ് ഗ്രൗട്ട് ഈസ് ഫിൽഡ് ഇൻ ക്രാക്സ് വോയിഡ്സ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ബിൽഡിംഗ് ബൈ പ്രഷർ. ഓക്കെ, ഇതൊന്നുമില്ല, അതായത് സിമെൻറ്റ് ഗ്രൗട്ട് യൂസ് ചെയ്തിട്ട് ക്രാക്കോ അല്ലെങ്കിൽ വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ, ആ ഒരു മെത്തേഡിനെയാണ് പ്രഷർ ഗ്രൗട്ടിംഗ് എന്ന് പറയുക. അതായത് ഇൻ ദിസ് മെത്തേഡ് സിമെൻറ്റ് ഗ്രൗട്ട് ഈസ് ഫിൽഡ് ഇൻ ക്രാക്സ് അല്ലെങ്കിൽ വോയിഡ്സ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ബിൽഡിംഗ് ബൈ പ്രഷർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ബിൽഡിങ്സ് ആർ സബ്ജക്റ്റഡ് ടു ഗ്രൗട്ടിംഗ് ടു മേക്ക് വാട്ടർ പെനിട്രേഷൻ റെസിസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എവിടെ എഫക്റ്റീവാണ്. അതായത് ദിസ് മെത്തേഡ് ഈസ് എഫക്റ്റീവ് ടു കൺട്രോൾ എൻട്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ ത്രൂ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനിൽ കൂടെ ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ എൻട്രി കൺട്രോൾ ചെയ്യാൻ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡും കൂടിയാണ് ഈ പ്രഷർ ഗ്രൗട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കണം ഡാം പ്രൂഫ് മെറ്റീരിയൽസ്, എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ളത്. ഷുഡ് ബി പെർഫെക്റ്റ്ലി ഇംപെർവിയസ് ആയിരിക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം പെനിട്രേറ്റ് ആവരുത്. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഷുഡ് ബി പെർഫെക്റ്റ്ലി ഇംപെർവിയസ് ആയിരിക്കണം. പെർവിയസ് ആയിരിക്കരുത്, വെള്ളത്തിനെ കടത്തിവിടരുത്. അതുപോലെ തന്നെ ഷുഡ് നോട്ട് പെർമിറ്റ് മോയ്സ്ചർ പെനിട്രേഷൻ. മോയ്സ്ചറിനെ എന്ത് ചെയ്യരുത്, കടത്തിവിടാൻ പാടില്ല. ഇനി മെറ്റീരിയൽ ഷുഡ് ബി ഡ്യൂറബിൾ വിത്ത് ലൈഫ് ഈക്വൽ ടു ബിൽഡിംഗ് ലൈഫ്. അതായത് ബിൽഡിങ്ങിൻ്റെ ലൈഫിനനുസരിച്ച് അല്ലെങ്കിൽ അത്ര തന്നെ ഒരു ലൈഫ് പീരീഡ് ആർക്കും വേണം, ഈ മെറ്റീരിയലിനും വേണം അല്ലേ. അതുപോലെ തന്നെ മെറ്റീരിയൽ ഷുഡ് ബി സ്ട്രോങ് ടു റെസിസ്റ്റൻറ്റ് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് അല്ലെങ്കിൽ പ്രഷർ. ഈ മെറ്റീരിയലിന് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ലോഡോ അല്ലെങ്കിൽ പ്രഷറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ വേണം. അതുപോലെ തന്നെ മെറ്റീരിയൽ ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു അക്കോമഡേറ്റ് ദ സ്ട്രക്ചറൽ മൂവ്മെൻറ്റ് വിത്തൗട്ട് എനി ക്രാക്ക്. മെറ്റീരിയൽ എന്തായിരിക്കണം, ഫ്ലെക്സിബിളും കൂടി ആയിരിക്കണം. എന്തിന്, ടു അക്കോമഡേറ്റ് ദ സ്ട്രക്ചറൽ മൂവ്മെൻറ്റ്. ഓക്കെ, അതായത് ക്രാക്കൊന്നും ഇല്ലാണ്ട് സ്ട്രക്ചറൽ മൂവ്മെൻറ്റിനും കൂടെ ഉള്ള അത്രയും പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആൻഡ് മെറ്റീരിയൽ ഷുഡ് നോട്ട് ബി കോസ്റ്റ്ലി. അധികം കോസ്റ്റ് ആണെങ്കിൽ നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അധികം കോസ്റ്റ്ലി ആവാൻ പാടില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽ ഷുഡ് റിമെയിൻ സ്റ്റഡി ഇൻ ഇറ്റ്സ് പൊസിഷൻ. കറക്റ്റായിട്ട് പൊസിഷനിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ വെച്ചത് അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് മാറിപ്പോവാണ്ടൊക്കെ കറക്റ്റായിട്ട് സ്റ്റഡി ഇൻ പൊസിഷനിലായിരിക്കണം. അതായത് മെറ്റീരിയൽ ഷുഡ് റിമെയിൻ സ്റ്റഡി ഇൻ ഇറ്റ്സ് പൊസിഷൻ. ഓക്കെ, ഇനി എന്തൊക്കെ മെറ്റീരിയലാണ് നമ്മൾ സാധാരണ DPCക്ക് യൂസ് ചെയ്യുന്നത്, ഡാം പ്രൂഫ് കോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹോട്ട് ബിറ്റുമിൻ യൂസ് ചെയ്യുന്നുണ്ട്, മാസ്റ്റിക് ആസ്ഫാൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബിറ്റുമിനസ് ആസ്ഫാൾട്ട്, മെറ്റൽ ഷീറ്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഷീറ്റ് ആൻഡ് ബിറ്റുമിനസ് ഫെൽറ്റ്, ബ്രിക്ക്, സ്റ്റോൺ, മോട്ടാർ, സിമെൻറ്റ്, കോൺക്രീറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റ് എല്ലാം നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, DPC ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. DPC എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡാംനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഓരോ മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം ജസ്റ്റ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹോട്ട് ബിറ്റുമിൻ. ഹോട്ട് ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്ലെക്സിബിൾ ആണ്, ക്യാൻ ബി അപ്ലൈഡ് വിത്ത് എ മിനിമം തിക്നെസ് ഓഫ് 3 mm
ഇറ്റ്സ് പ്ലേസിങ് ഓൺ ബെഡിങ് ഓഫ് കോൺക്രീറ്റ് ഇൻ ഹോട്ട് കണ്ടീഷൻ. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ബിറ്റുമിൻ, ഹോട്ട് ബിറ്റുമിൻ, നമ്മളിപ്പോൾ റോഡ് ടാർ ചെയ്യാനൊക്കെ നമ്മൾ ബിറ്റുമിൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതേപോലെ നമ്മൾ ഫൗണ്ടേഷനിലോ അല്ല എവിടെയാണോ നമുക്ക് വാട്ടർ പെനിട്രേഷൻ കൺട്രോൾ ചെയ്യേണ്ടത് അവിടെ ഒരു 3 mm തിക്നെസ്സിലാണ് സാധാരണ, മിനിമം 3 mm തിക്നെസ്സിലാണ് സാധാരണ ഈ ഒരു ഹോട്ട് ബിറ്റുമിൻ അപ്ലൈ ചെയ്യുക. ഇനി മാസ്റ്റിക് ആസ്ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെയ്ഡ് ബൈ മിക്സിംഗ് ബിറ്റുമിൻ, സാൻഡ് ആൻഡ് മിനറൽ ഫില്ലേഴ്സ്. ഇത്രയും സാധനത്തിൻ്റെ മിക്സിംഗ് ആണ് ഈ മാസ്റ്റിക് ആസ്ഫോൾട്ട് എന്ന് പറയുന്നത്. അതൊരു സെമി റിജിഡ് മെറ്റീരിയലാണ്, റിജിഡും അല്ല, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇമേജിൽ കാണുന്ന പോലെ. ഓക്കെ, അപ്പം അങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം ബിറ്റുമിനും സാൻഡും മിനറൽ ഫില്ലേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ എന്താക്കും, നമുക്ക് എവിടെയാണോ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അവിടെ അപ്ലൈ ചെയ്യാം. ഇനി വേറെ ഒന്നാണ് ബിറ്റുമിനസ് ആസ്ഫാൾട്ട്. ഓക്കെ, ഇറ്റ് ഈസ് റെഡിമെയ്ഡ് റോൾ ഓഫ് ഡ്രൈ ആസ്ഫാൾട്ട് ഷീറ്റ്. ഇറ്റ് ഈസ് ലെയ്ഡ് ഓൺ ലെവൽ ഫ്ലാറ്റ് ലെയർ ഓഫ് സിമെൻറ്റ് അല്ലെങ്കിൽ മോർട്ടാർ. ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഷീറ്റ് അല്ലെങ്കിൽ റോൾസ് ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ബിറ്റുമിനസ് ആസ്ഫാൾട്ട് എന്ന് പറയുന്നത്. റെഡിമെയ്ഡ് ഒരു റോളാണ്. ഓക്കെ, പേപ്പറിൻ്റെ ഒക്കെ റോള് പോലെ ഈ ഒരു മെറ്റീരിയലിൻ്റെ റോള് ബിറ്റുമിനസ് ആസ്ഫാൾട്ടിൻ്റെ റോളാണ്. അതെവിടെയാണോ നമുക്ക് വേണ്ടത് ലെവൽ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്ലൈ ചെയ്യും. വെരി ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മെറ്റൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഓഫ് ലെഡോ കോപ്പറോ അലൂമിനിയം ഒക്കെയാണ് നമ്മൾ മെറ്റൽ ഷീറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ലെഡ് ഷീറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ. സാധാരണ രീതിയിൽ ലെഡ് ഷീറ്റാണ് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പറയുന്നത് തിക്നെസ് ഓഫ് ഷീറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ്സ് വെയ്റ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 20 kg/m3. ഓക്കെ, അപ്പം മെറ്റൽ ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഡിൻ്റെയോ കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയോ ഒക്കെ ഷീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് DPC കൊടുക്കാം. സാധാരണ നമ്മളിത് കൊടുക്കുമ്പോൾ തന്നെ, അതായത് ഈ ബിറ്റുമിനസ് അല്ലെങ്കിൽ ആസ്ഫാൾട്ടൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ, ബിറ്റുമിനസ് ഫെൽറ്റൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത് നമ്മൾ ലേ ചെയ്യുക. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഓഫ് ഷീറ്റ് ആൻഡ് ബിറ്റുമിനസ് ഫെൽറ്റ്, അതായത് ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ടൈപ്പാണ് കേട്ടോ. അതായത് ലീഡ് ഫോയിൽ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ആസ്ഫാൾട്ടിക് അല്ലെങ്കിൽ ബിറ്റുമിനസ് ഫെൽറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സാൻഡ്വിച്ച് മോഡൽ, അതായത് ആസ്ഫാൾട്ടിക്കിൻ്റെയും അതുപോലെ തന്നെ ബിറ്റുമിനസ് ഫെൽറ്റിൻ്റെ ഒരു സാൻഡ്വിച്ച് ടൈപ്പാണ് ഈ ഒരു കോമ്പിനേഷനാണ്, രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പം രണ്ടിൻ്റെയും ബെനിഫിറ്റ് എന്തിനുണ്ടാവും, ഈ ഷീറ്റ് ആൻഡ് ബിറ്റുമിനസ് ഫെൽറ്റിന് ഉണ്ടാവും. കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിരിക്കും, എക്കണോമിക്കലി കുറച്ചും കൂടെ നല്ലതായിരിക്കും, ക്രാക്ക് റെസിസ്റ്റൻറ്റ് കുറച്ചും കൂടെ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ടിത് ലേ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ബ്രിക്ക്. ഓക്കെ, ബ്രിക്കിനെ സാധാരണ നമ്മൾ DPC അല്ലെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് അല്ലേ. അത് നെക്സ്റ്റ് വരുന്ന ബ്രിക്സ്, പിന്നെ സ്റ്റോൺസ്, അതുപോലെ തന്നെ മോർട്ടാർ, ഇതെല്ലാം നമ്മൾ ഡാം പ്രൂഫിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. സിമൻറ്റ്, കോൺക്രീറ്റ്. പിന്നെ വേറൊന്ന് വരുന്നതാണ് പ്ലാസ്റ്റിക് ഷീറ്റുകളും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്, ഡാം പ്രൂഫിംഗ് കോഴ്സായിട്ട് കൊടുക്കാറുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റുകൾ അല്ലേ. അപ്പോൾ ചില ടെറസിലോ അല്ലെങ്കിൽ എവിടെ വെള്ളം ലീക്ക് വരുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റായിട്ട് ഇത് ലേ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയാണ് മെറ്റീരിയൽസ് വരുന്നത് കേട്ടോ ഡാം പ്രൂഫ് കോഴ്സിൻ്റെ. ഇതിൻ്റെ അകത്ത് ഈ സിമെൻറ്റ്, കോൺക്രീറ്റും അതുപോലെ മോർട്ടാർ, സ്റ്റോൺസ്, ബ്രിക്കൊക്കെ നമ്മൾ നോർമലി നമ്മൾ ബിൽഡിങ്സ് കൊടുക്കുന്ന ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.